ഹലോ, നമ്മളുടെ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ചെറിയ 1-2 പോർഷൻസാണ് ബാക്കിയുള്ളത്. കൊളോയിഡൽ സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ട്രൂ സൊല്യൂഷനും കൊളോയിഡൽ സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പാർട്ടിക്കിൾ സൈസിലുള്ള ഡിഫറൻസ്, അതുകൊണ്ട് പ്രോപ്പർട്ടീസിൽ വരുന്ന ഡിഫറൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ കൊളോയിഡൽ സൊല്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊളോയിഡൽ സിസ്റ്റത്തിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിളിൽ തട്ടിയിട്ട് ലൈറ്റ് സ്കാറ്റർ ചെയ്യും. അങ്ങനെ ആ സ്കാറ്റേർഡ് ബീം ഓഫ് ലൈറ്റിൻ്റെ ഒരു കോൺ ഷേപ്പിലാണ് ഈ കൊളോയിഡൽ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് കാണുക. അതിനെയാണ് ടിൻഡൽ കോൺ എന്ന് പറയുക. ഈ ഫിനോമിനനാണ് ടിൻഡൽ ഇഫക്റ്റ്. അപ്പോൾ ഇതാണ് ടിൻഡൽ ഇഫക്റ്റ്. വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡൽ സൊല്യൂഷൻ ആൻഡ് ഈസ് ദെൻ വ്യൂഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഇറ്റ്, ദ പാത്ത് ഓഫ് ദ ബീം ബിക്കംസ് വിസിബിൾ ആസ് എ ബ്രൈറ്റ് സ്ട്രീക്ക്. This is due to the scattering of light by the colloidal particles and is known as Tyndall effect. ഇതാണ് ടിൻഡൽ കോൺ. ഒരു കോൺ ഷേപ്പിലാണ് അത് കൊളോയിഡൽ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ടിൻഡൽ ഇഫക്റ്റ് എന്നുള്ള ഈ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടുള്ള 2 ടെക്നിക്സാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ അൾട്രാ മൈക്രോസ്കോപ്പാണ്. അൾട്രാ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ പാർട്ടിക്കിൾസിനെ കാണാനുള്ള, സാധാരണ നമ്മുടെ മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്നതിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസിനെ വ്യൂ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് അൾട്രാ മൈക്രോസ്കോപ്പ്. അപ്പോൾ ടിൻഡൽ ഇഫക്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് തരാൻ പറ്റുന്ന ഒരു സോഴ്സ് വേണം. ആൻഡ് ദിസ് ബീം ഈസ് പാസ്ഡ് ത്രൂ എ സിസ്റ്റം കണ്ടെയ്നിങ് ദീസ് പാർട്ടിക്കിൾസ്. അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. അപ്പോൾ ആ പാർട്ടിക്കിളിനെ ആസ് സച്ച് അല്ല നമ്മൾ ഈ അൾട്രാ മൈക്രോസ്കോപ്പിൽ കാണുന്നത്, ആ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യണ ലൈറ്റിനെയാണ്. അപ്പോൾ ആ ലൈറ്റ് കാണുമ്പോൾ അത് പാർട്ടിക്കിളാണെന്ന് മനസ്സിലാവും. The scattered light, the Tyndall beam, is viewed through a microscope placed at right angles to the beam. The colloidal particles can be detected as bright spots of light seen moving irregularly against a dark background. അതാണ് ഈ അൾട്രാ മൈക്രോസ്കോപ്പിൽ കാണുക. ഇതാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ലൈറ്റ് സോഴ്സ്, ഒരു ലെൻസ് അതിനെ ഫോക്കസ് ചെയ്യും, എന്നിട്ട് ഒരു സ്ലിറ്റ് വീണ്ടും അതിനെ നാരോ ആക്കും. ഈ ലൈറ്റിൻ്റെ ബീമിനെ ഇതാണ് കൊളോയിഡൽ സിസ്റ്റം. ദിസ് ഈസ് സോൾ ഓർ കൊളോയിഡൽ സൊല്യൂഷൻ. അതിൽ കൂടെ കടത്തിവിടുമ്പോൾ ഇതിലുള്ള പാർട്ടിക്കിൾ ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ആ സ്കാറ്റേർഡ് ലൈറ്റിനെ റൈറ്റ് ആംഗിളിൽ കാണാൻ പറ്റുന്ന ഒരു മൈക്രോസ്കോപ്പ്, ഇതാണ് ഇതിൻ്റെ പാത്ത്. അതിൻ്റെ റൈറ്റ് ആംഗിളിൽ വെച്ചിട്ടുള്ള മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് ഈ പാർട്ടിക്കിളിനെ ആസ് സച്ച് പാർട്ടിക്കിളിനെ അല്ല കാണുന്നത്, പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്യണ ലൈറ്റിൻ്റെ സ്പോട്ടുകളാണ് കാണുക. ആ സ്പോട്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ഈ പാർട്ടിക്കിൾസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ദിസ് ഈസ് അൾട്രാ മൈക്രോസ്കോപ്പ്. അടുത്ത ടെക്നിക്കാണ് നെഫ്ലോമെട്രി. നെഫ്ലോമെട്രിയിൽ ഇറ്റ് ഈസ് ആൻ അനാലിറ്റിക്കൽ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ടർബിഡ് ഓർ ക്ലൗഡി കൊളോയിഡൽ ഡിസ്പേർഷൻ ബൈ മെഷറിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ടിൻഡൽ ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യണത്. നെഫ്ലോമെട്രിയിൽ ഒരു കൊളോയിഡൽ സിസ്റ്റം, അപ്പോൾ അതിൽ കൊളോയിഡൽ സിസ്റ്റം വെച്ചാൽ നമ്മളുടെ സാധാരണ ട്രൂ സൊല്യൂഷനേക്കാൾ കുറച്ചും കൂടി സൈസ് കൂടുതലുള്ള പാർട്ടിക്കിളിലതിനെയാണ് നമ്മൾ കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുക. അതിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ്, നമ്മൾ സൊല്യൂട്ട് എന്നാണ് ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ പറയുക, ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണത്. അതിൻ്റെ കോൺസെൻട്രേഷൻ, പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ ഈ ടർബിഡ് അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള കൊളോയിഡൽ സിസ്റ്റത്തിൽ എത്രയാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നെഫ്ലോമെട്രി. ഇവിടെ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് റേഡിയേഷൻ IS, ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് റേഡിയേഷൻ ഈസ് ഡിനോട്ടഡ് ആസ് IS, ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ കൊളോയിഡൽ സൊല്യൂഷൻ C, അത് പെർസെൻറ്റേജ് വെയ്റ്റ് ബൈ വോളിയം കോൺസെൻട്രേഷനിലാണ് നമ്മൾ സാധാരണ നെഫ്ലോമെട്രിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക ഓഫ് സ്കാറ്റേർഡ് പാർട്ടിക്കിൾ. ദെൻ ഈ IS is proportional to I0, where I0 is the intensity of incident radiation and C is the concentration. Ks is a calibration constant for the system.
which is determined from a calibration curve using Ks is a constant. ഇത് രണ്ടിനും അതായത് I0ക്ക് പ്രൊപ്പോർഷണലാണ് IS, സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിളിനും പ്രൊപ്പോർഷണലാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് Ks. ഇതിനെയാണ് നമ്മൾ കാലിബ്രേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ചെയ്യാനത് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് IS ഈസ് പ്രൊപ്പോർഷണൽ ടു C ഫോർ എ ഗിവൺ I0. അപ്പോൾ ഇവിടെ IS എന്തിനൊക്കെ പ്രൊപ്പോർഷണലാണ്? കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷണലാണ്, I0ക്ക് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ I0 കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ IS ഈസ് പ്രൊപ്പോർഷണൽ ടു C. കോൺസെൻട്രേഷൻ ഓഫ് ദ സാമ്പിൾ ഈസ് ഡിറ്റർമിൻഡ് ഫ്രം IS വേഴ്സസ് C കാലിബ്രേഷൻ കർവ് പ്ലോട്ടഡ് ഫോർ എ സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് നമുക്കറിയണ കോൺസെൻട്രേഷനിലുള്ള കുറേ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിലൊക്കെ IS ഡിറ്റർമിൻ ചെയ്യുക. അതായത് സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഡിറ്റർമിൻ ചെയ്യുക ഫോർ ദ സെയിം I0. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് കോൺസെൻട്രേഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ള കൊളോയിഡൽ സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. ദെൻ പ്ലോട്ട് IS വേഴ്സസ് കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് കിട്ടണ ആ കർവിനെയാണ് കാലിബ്രേഷൻ കർവ് എന്ന് പറയുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാലിബ്രേഷൻ കർവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള സിസ്റ്റം, നമുക്ക് ഏതിലാണോ ഈ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ IS, അതിൽ ഉള്ള സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻ നെഫ്ലോമെട്രി ആൻഡ് ഇൻസിഡൻറ്റ് മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ വേവ് ലെങ്ത് ഈസ് ഇലാസ്റ്റിക്കലി സ്കാറ്റർ ചെയ്യുക ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേർഷൻ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ കൊളോയിഡൽ സിസ്റ്റത്തിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് കൊണ്ട് സ്കാറ്റർ ചെയ്യും. ദാറ്റ് ഈസ് ടിൻഡൽ ഇഫക്റ്റ്. ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് മെഷേർഡ് അറ്റ് എ സ്പെസിഫിക് ആംഗിൾ. എപ്പോഴും ഒരേ ആംഗിളിൽ, അതായത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അത് 90 ഡിഗ്രിയിലാണ് മെഷർ ചെയ്യുക. ദ അനലൈറ്റ് മേ ഓൾറെഡി ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൊളോയിഡൽ ഡിസ്പേർഷൻ. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് IS വേഴ്സസ് കോൺസെൻട്രേഷൻ പ്ലോട്ട് ചെയ്യുക. വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ അറിയേണ്ട ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കറിയേണ്ട സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഏതിൻ്റെയാണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ആ സൊല്യൂഷൻ വെച്ചിട്ട് എന്താണ് IS എന്ന് ഡിറ്റർമിൻ ചെയ്യുക. ഫ്രം ദ കാലിബ്രേഷൻ കർവ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതാണ്. സോഴ്സ്, ലൈറ്റിന് ഒരു സോഴ്സ് വേണം. ദെൻ അതിൽ നിന്ന് വരുന്ന ഒപ്റ്റിക്കൽ സിസ്റ്റം, അതിനെ ഫോക്കസ് ചെയ്യാനുള്ള, നേരത്തെ നമ്മൾ കണ്ടു സ്ലിറ്റ്, ലെൻസ് ഒക്കെ. എന്നിട്ട് അതിനെ സാമ്പിളിൽ കൂടെ പാസ് ചെയ്യിക്കുക. എന്നിട്ട് അതിൻ്റെ റൈറ്റ് ആംഗിളിൽ സ്കാറ്റേർഡ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. അപ്പോൾ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുക. സിഗ്നൽ പ്രോസസ്സർ അത് ഡിസ്പ്ലേയിൽ നമുക്ക് കൃത്യമായിട്ട് എത്രയാണ് എന്നുള്ളത് കാണിച്ചു തരും. ദാറ്റ് ഈസ് ദ നെഫ്ലോമീറ്റർ. ലൈറ്റ് സോഴ്സ് ഒരു ടങ്സ്റ്റൺ ലാമ്പാണ് നമ്മൾ ലൈറ്റ് സോഴ്സായിട്ട് യൂസ് ചെയ്യണത്. ഇറ്റ് ഈസ് ആൻ ആർക്ക് ലാമ്പ് ഓർ ലേസർ എമിറ്റിംഗ് ആൻഡ് ഇൻറ്റൻസ് ലൈറ്റ്. ഈ ലേസറിൻ്റെ പ്രത്യേകത എന്താ? ഇൻറ്റൻസിറ്റി കൂടുതലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ ലേസർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സോഴ്സ്. ദെൻ സാമ്പിളിനെ ഒരു ക്യുവറ്റ് മീൻസ് ഒരു കണ്ടെയ്നറാണ്, ചെറിയ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ക്യുവറ്റിലാണ് നമ്മളുടെ സാമ്പിൾ എടുക്കുക. സാമ്പിളിൽ കൂടെ ഈ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യിക്കുക. എന്നിട്ട് അതിനെ സ്കാറ്റേർഡ് ബീമിനെ നമ്മൾ റൈറ്റ് ആംഗിളിൽ ഒബ്സർവ് ചെയ്യുക. ദെൻ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഒപ്റ്റിക്കൽ സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെൻസസ് ആൻഡ് സ്ലിറ്റ്സ് ആണ്. യൂസ് ടു ഫോക്കസ് ദ ലൈറ്റ് ബീം ഓൺ ദ സാമ്പിൾ സെൽ. ദെൻ അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക. അതിൽ നിന്ന് വരുന്ന ലൈറ്റിനെ നമ്മൾ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് വരുന്നതിനെ ഒന്നും കൂടി ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണത്. ദെൻ ആ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ എത്രയാണ് എന്നുള്ളത് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നെഫ്ലോമെട്രിയിൽ. അപ്പോൾ നെഫ്ലോമെട്രി എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കൊരു കൊളോയിഡൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ എത്രയാണ് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ അല്ലെങ്കിൽ അതിലുള്ള പാർട്ടിക്കിളിൻ്റെ നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയണ ആ ഇപ്പോൾ ഏതാണോ നമ്മളുടെ കൊളോയിഡൽ സിസ്റ്റം അതിൽ നമ്മുടെ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ സൊല്യൂട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എത്രമാത്രം പ്രസൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കാണ് നെഫ്ലോമെട്രി. അതിന് നമ്മൾ യൂസ് ചെയ്യണത് അതിൽ ഈ ടർബിഡിറ്റി ഉണ്ടാക്കണ അല്ലെങ്കിൽ ക്ലൗഡിനെസ് ഉണ്ടാക്കണ ആ പാർട്ടിക്കിൾ, അതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ. അത് സ്കാറ്റർ ചെയ്യണ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക.
അപ്പോൾ ആ സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷണലായിരിക്കും, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷനും പ്രപ്പോർഷണലായിരിക്കും. അപ്പോൾ ആ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് ബീം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ പിന്നെ അത് പ്രപ്പോർഷണലാവുക കോൺസെൻട്രേഷന് മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയണ കോൺസെൻട്രേഷനുള്ള സിസ്റ്റംസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ IS ഡിറ്റർമിൻ ചെയ്യുക, പ്ലോട്ട് ചെയ്യുക ഗ്രാഫ്. എന്നിട്ട് നമുക്ക് അറിയാത്ത കോൺസെൻട്രേഷൻ ഉള്ളതിൻ്റെ IS സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. അപ്പോൾ IS കിട്ടും. അപ്പോൾ നമ്മൾ IS Y ആക്സിസിലും കോൺസെൻട്രേഷൻ X ആക്സിസിലും പ്ലോട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. അതിൽ നിന്ന് ISൻ്റെ വാല്യൂ കിട്ടി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഇതാണ് നെഫ്ലോമെട്രിയുടെ ടെക്നിക്ക്. ഇത് ആപ്ലിക്കേഷൻസ്. നെഫ്ലോമെട്രി ഫൈൻഡ്സ് ആപ്ലിക്കേഷൻ ഇൻ വേരിയസ് ഫീൽഡ്സ് ലൈക്ക് ക്ലിനിക്കൽ കെമിസ്ട്രി, ദെൻ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഇനോർഗാനിക് അനാലിസിസ്, എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആൻഡ് ഇൻഡസ്ട്രിയൽ അനാലിസിസ്. ഇവിടെയൊക്കെ കൊളോയിഡൽ സിസ്റ്റംസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. കൊളോയിഡ്സ് നിങ്ങൾക്കറിയാം, പാർട്ടിക്കിൾ സൈസ് ട്രൂ സൊല്യൂഷൻ പാർട്ടിക്കിൾ സൈസിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2 ടെക്നിക്സാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്, അൾട്രാ മൈക്രോസ്കോപ്പ് ആൻഡ് നെഫ്ലോമെട്രി. ഓക്കെ.